الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. ഇനി നമുക്ക് സൂറത്തുൽ അറാഫിലെ 40-41 സൂക്തങ്ങളാണ്. 42 അതിനോടനുബന്ധമായി സമയം ഉണ്ടാക്കി നമുക്ക് പറയാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين كذبوا بآياتنا واستكبروا عنها لا تفتح لهم أبواب السماء ولا يدخلون الجنة حتى يلج الجمل في سم الخياط وكذلك نجزي المجرمين. لهم من جهنم مهاد ومن فوقهم غواش وكذلك نجزي الظالمين. إن الذين كذبوا بآياتنا നമ്മുടെ സൂക്തങ്ങളെ തള്ളിക്കളഞ്ഞവർ വസ്തക്ബറു അൻഹ അതിനെ അവഗണിച്ച് അഹങ്കരിക്കുകയും ചെയ്തവർ ലാ തുഫത്തഹു ലഹും അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല അബ്വാബുസ് സമാഇ ആകാശത്തിൻ്റെ കവാടങ്ങൾ വലാ യദ്ഖുലൂനൽ ജന്ന അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല ഹത്താ യലിജൽ ജമലു ഒട്ടകം പ്രവേശിക്കുന്നത് വരെ കടക്കുന്നത് വരെ ഫി സമ്മിൽ ഖിയാത്തി സൂചിയുടെ തുളയിൽ വകദാലിക അപ്രകാരമാകുന്നു നജ്സി അൽ മുജ്രിമീൻ പാപികൾക്ക് കുറ്റവാളികൾക്ക് നാം പ്രതിഫലം നൽകുക. ലഹും അവർക്കുണ്ടാകും മിൻ ജഹന്നമ നരകത്തിൽ മിൻ ജഹന്നമ മിഹാദുൻ അവർക്ക് നരകത്തിൽ നിന്നുള്ള വിരിപ്പുണ്ടാകും. വമിൻ ഫൗഖിഹിം ഗവാഷ് മീതെ നരകത്തിൽ നിന്ന് തന്നെയുള്ള പുതപ്പുണ്ടാകും. വകദാലിക നജ്സിൽ ളാലിമീൻ അങ്ങനെയാണ് നാം അക്രമികൾക്ക് പ്രതിഫലം നൽകുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. കഴിഞ്ഞ 2-3 സൂക്തങ്ങളിൽ നരകക്കാർ പരസ്പരം ആക്ഷേപിക്കുന്നതും തർക്കിക്കുന്നതുമാണ് പറഞ്ഞത്. അതിൻ്റെ തൊട്ട് മുമ്പ് 36-ാമത്തെ ആയത്തിൽ ആരാണ് നരകത്തിൽ അകപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറു അൻഹാ നമ്മുടെ വചനങ്ങളെ തള്ളിക്കളയുകയും അതിനെ അവഗണിച്ച് അഹങ്കരിക്കുകയും ചെയ്യും. ഇസ്തക്ബറ അൻ ഇസ്തക്ബറ എന്ന് അഹങ്കരിച്ചു. ഇസ്തക്ബറ അൻ അതിനെ വിട്ട് അതിനെ അവഗണിച്ച് അഹങ്കരിച്ചു. അതാണ് ഇസ്തക്ബറ അൻ എന്ന് പറയുമ്പോൾ ആശയം വരുന്നത്. തള്ളിക്കളയുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഖുർആനിലെ ഏതെങ്കിലും ഒരു വചനം ഖുർആനിലുള്ളതാണെന്ന് അല്ല, ഖുർആനില്ല എന്ന് പറയലല്ല. അങ്ങനെ സാധാരണ ബുദ്ധിയുള്ളവർ പറയില്ല. പിന്നെ ആ വചനത്തിൻ്റെ നിയമം അതാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരിക. അതിനെ തള്ളിക്കളയുക അത് ശരിയായിട്ടില്ല. പല വിഷയത്തെ സംബന്ധിച്ചും നമ്മൾ കേൾക്കാറുണ്ട് അങ്ങനെ. ഖുർആനിലെ നിയമങ്ങളിൽ ചിലത് പരിഷ്കൃത ലോകത്തിന് യോജിച്ചതല്ല. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകാത്തതാണ്, നീതിയില്ലാത്തതാണ്, 6-ാം നൂറ്റാണ്ടിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന നിയമമാണ്. ബഹുമുഖ രാജ്യത്തിന് ചേർന്നതല്ല.
ശാസ്ത്രത്തിനോട് നിരക്കുന്നതല്ല. ഇങ്ങനെയൊക്കെയാണ് ഖുർആനെ നിഷേധിക്കുക. ഇതാണ് ഇതിന് തള്ളിക്കളയുക എന്ന് പറഞ്ഞത്. അതേമാതിരി പ്രാകൃതമാണ്. ഇസ്ലാമിലെ പല കുറ്റകൃത്യങ്ങൾക്കുമുള്ള ശിക്ഷ പ്രാകൃതമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയുക. അതല്ല, ഖുർആനെ തന്നെ തള്ളിക്കളയുന്നവരുണ്ട്, ഖുർആനിലെ ചില സൂക്തങ്ങൾ തള്ളിക്കളയുന്നവരുണ്ട്. അപ്പോൾ ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിന, നമ്മുടെ വചനങ്ങളെ തള്ളിക്കളയുന്നവർ, വസ്തക്ബറു അൻഹ, എന്നിട്ട് കിബിർ, ഈ ആധുനിക നൂറ്റാണ്ടിൽ ശാസ്ത്രം ഒക്കെ ഇത്ര പുരോഗമിച്ചിട്ടും മനുഷ്യൻ ദൈവത്തിൻ്റേതാണെന്ന് പറയുന്ന വചനങ്ങളുടെ പിന്നാലെ പോകുന്നത് തീർത്തും അശാസ്ത്രീയമാണ്, ബുദ്ധിക്ക് നിരക്കാത്തതാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതൊരു അഹങ്കാരം, താൻ എല്ലാം തികഞ്ഞവനാണ് എന്ന, അതാണ് വസ്തക്ബറു അൻഹ, അതിനെ വിട്ട് കിബിർ കാണിക്കുകയും ചെയ്യുക, താൻ വലിയവനാണ്. ആ കിബിർ എന്നത് ആരുടെ സ്വഭാവമാണ്? ഇബ്ലീസിൻ്റെ സ്വഭാവമാണ്. ഇബ്ലീസിൻ്റെ സ്വഭാവം അബാ വസ്തക്ബറ. ലാ തുഫത്തഹു ലഹും, അവർക്ക് തുറക്കപ്പെടുകയില്ല. ഫതഹന, തുറന്നു എന്നാണ്. ഫത്തഹ, അവർക്ക് വേണ്ടി തുറക്കുക. ലാ തുഫത്തഹു ലഹും, അവർക്ക് വേണ്ടി തുറക്കപ്പെടൂല. അബ്വാബുസ്സമായി, ആകാശത്തിൻ്റെ കവാടങ്ങൾ. ഇത് രണ്ട് തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഒന്ന്, അവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് എത്തുകയില്ല. ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് എത്തൂല, സ്വീകരിക്കപ്പെടില്ല. രണ്ടാമത്തേത്, സച്ചരിതരായ നല്ലവരായ മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ആത്മാക്കളെ മലക്കുകൾ ആകാശ കവാടങ്ങളിൽ സ്വാഗതം ചെയ്യുമത്രേ, സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യും. അങ്ങനെ ഹദീസുകളിലും വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ അങ്ങനെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യപ്പെടുകയില്ലെന്ന് മാത്രമല്ല, അവരെ അവഗണിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന വിധത്തിലായിരിക്കും അവരെ സ്വീകരിക്കുക. അതുകൊണ്ടാണ് ലാ തുഫത്തഹു ലഹും അബ്വാബുസ്സമാ, ഈ ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. വലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. ഹത്താ യലിജൽ ജമലു ഫി സമ്മിൽ ഖിയാത്ത്. സമ്മ് എന്ന് പറഞ്ഞാൽ തുള, ഖിയാത്ത് പറഞ്ഞാൽ സൂചി, സൂചിൻ്റെ തുളയിൽ. ജമൽ പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് സാധാരണ ഒട്ടകം തന്നെ, പല്ല് മുളച്ച ഒരു വലിയ ഒട്ടകത്തിനാണ് ജമൽ എന്ന് സാധാരണ പ്രയോഗിക്കുക. പിന്നെ അതിൻ്റെ അർത്ഥം ഈത്തപ്പനനാരുകൾ കെട്ടിയുണ്ടാക്കിയ വലിയ വടം. പണ്ട് നമ്മൾ ആനക്കൊക്കെ മരം വലിക്കാൻ വടട്ട് കൊടുക്കുമല്ലോ, അതുമാതിരി ലോറിയിലൊക്കെ വലിയ ലോഡ്, അത് സൂചിക്കുഴയിലൂടെ കയറൂലല്ലോ, സൂചിത്തുളയിലൂടെ കയറും. അതാണ് അതിനർത്ഥമെന്നും. രണ്ടായാലും ഒക്കെ അതൊരു പ്രയോഗമാണ്. അത് സൂചിൻ്റെ പിന്നാലെയും ഒട്ടകത്തിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമല്ല. നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ വെള്ളക്കാക്ക മലർന്ന് പറക്കും, അങ്ങനെ ഒരു ചൊല്ലില്ലേ നമ്മൾ പറയാൻ. സംഭവിക്കാത്ത ഒരു കാര്യം, ഒരു അസംഭവ്യമായ കാര്യം സൂചിപ്പിക്കുക എന്നുള്ള ഒരു പ്രയോഗമാണ് ഹത്താ യലിജൽ ജമലു ഫി സമ്മിൽ ഖിയാത്ത്. അപ്പോൾ അത് എത്രത്തോളം അസംഭവ്യമാണോ അത്രത്തോളം അസംഭവ്യമാണ് അള്ളാഹുവിൻ്റെ വചനങ്ങളെ തള്ളിക്കളയുകയും അതിനോട് അഹങ്കാര സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നത് അസംഭവ്യമാണ് എന്ന് സൂചിപ്പിക്കാൻ. വകദാലിക നജ്സി അൽ മുജ്രിമീൻ, അങ്ങനെയാണ് നമ്മൾ കുറ്റവാളികൾക്ക് പ്രതിഫലം കൊടുക്കുക. അപ്പോൾ ഇതൊന്നും ഒരു ചിന്തയില്ലാതെ, കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഓതിപ്പോയിട്ട് നമ്മുടെ മനസ്സിൽ അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവില്ല, നമ്മുടെ ഈമാനിനൊരു വർധനവും ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ ഖുർആൻ ഓതിയ ഈമാൻ വർദ്ധിക്കണമെന്ന് സൂറത്ത് അംഫാൽ, അടുത്ത സൂറയിൽ 2-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. സൂറത്ത് സജദയിലെ 15-ാമത്തെ ആയത്തും അതന്നെ, നമ്മൾ സാധാരണ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യണേ. സൂറത്ത് തൗബയിലും വന്നിട്ടുണ്ട് 124-ാമത്തെ ആയത്തിൽ. അപ്പോൾ ഖുർആൻ വായിച്ചാൽ ഈമാൻ വർദ്ധിക്കണമെങ്കിൽ ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ, ആ ഓതുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. അതിന് ഖുർആൻ പഠിക്കണം. ഖുർആൻ ഓതേണ്ടത് എങ്ങനെയാണെന്നും കൂടി നമ്മൾ ഗ്രഹിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ആയത്തുകൾ ഓതുമ്പോൾ പ്രിയമുള്ളവരെ, അള്ളാഹ് അത്തരം നിർഭാഗ്യവാന്മാരിൽ പെടുത്തല്ലേ. കിബറിൽ നിന്ന് എന്നെ നീ മുക്തനാക്കണമേ അള്ളാഹ്.
നിന്റെ വചനങ്ങളെ തള്ളിക്കളയുന്ന നിർഭാഗ്യവാന്മാരിലേക്ക് ചെന്നു ചാടുന്നതിൽ നിന്ന് എന്നെയും എൻ്റെ മക്കളെയും കാക്കണേ തുടങ്ങിയ പ്രാർത്ഥനകൾ, എനിക്ക് നീ പുറത്തു തരണമേ സംഭവിച്ചു പോയത്, ഇതൊക്കെ പ്രാർത്ഥിക്കണം നമ്മൾ. അപ്പോൾ വക്കദാലിക ഹത്താ എലിജൽ ജമലു ഫി സമ്മിൽ ഖിയാത്ത് വക്കദാലിക നജ്സിൽ മുജ്രിമീൻ, കുറ്റവാളികൾക്ക് അങ്ങനെയാണ് നമ്മൾ പ്രതിഫലം കൊടുക്കുക. ലഹും അവർക്കുണ്ടാകും മിൻ ജഹന്നമ നരകത്തിൽ നിന്ന് മിഹാദുൻ വിരിപ്പ്, നരകവിരിപ്പ്, നരകത്തിലെ തീയിലാണ് കിടക്കുക എന്നർത്ഥം. അമിൻ ഫൗഖിഹിം ഗവാഷ്, മുകളിലോ ഗാഷിയ, ഗാഷിയ എന്നാ മൂടുന്നത് എന്നാ, പുതക്കുന്നത്, വിരിക്കുന്നത്. ഹല്ലത്താക്ക ഹദീസിൽ ഗാഷിയ എല്ലാത്തിനെയും മൂടുന്നതെന്ന്. ഇവിടെ അവർക്ക് മുകളിൽ നിന്ന് നരകത്തിൻ്റെ തന്നെ പുതപ്പുണ്ടാവും. ഇതേ കാര്യം സൂറത്തു സുമറിൽ പറയുന്നുണ്ട്. ലഹും മിൻ ഫൗഖിഹിം, എങ്ങനെയാണ് സൂറത്തു സുമറിലെ 16-ാമത്തെ ആയത്തിൽ അവിടെ തന്നെ കാര്യങ്ങൾ വരുന്നത്. അവർക്കും താഴെ വിരിപ്പും മുകളിൽ പുതപ്പും, വിരിപ്പും പുതപ്പും നരകം കൊണ്ട്. അതാണ് ലഹും മിൻ ഫൗഖിഹിം ലഹും മിൻ ജഹന്നമ മിഹാദുൻ വമിൻ ഫൗഖിഹിം ഗവാഷ്, മുകളിൽ പുതപ്പും. വകദാലിക നജ്സിൽ ളാലിമീൻ, അങ്ങനെയാണ് നമ്മൾ അക്രമികൾക്ക് പ്രതിഫലം കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ സൂറത്തു സുമറിലെ 16-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം കൂടി ഒന്ന് ഞാൻ പറയാം. ലഹും മിൻ ഫൗഖിഹിം ളുലലും മിനന്നാർ, അത് 460-ാമത്തെ പേജിലാണ്. 460-ാമത്തെ പേജിൽ ലഹും അവർക്കുണ്ടാകും മിൻ ഫൗഖിഹിം അവരുടെ മീതെ കൂടി ളുലലും മിനന്നാർ നരകത്തിൻ്റെ കുട. തീക്കുട എന്ന് പറഞ്ഞാൽ എന്താ? തീയ്, അതാണ് നരകം. നാർ എന്ന തീയാണല്ലോ. വമിൻ തഹ്തിഹിം ളുലൽ, താഴത്തുകൂടി തന്നെ നരകത്തിൻ്റെ തണൽന്നോ നരകത്തിൻ്റെ നിഴൽ എന്നൊക്കെ പറയാം. അതാണ് താഴെയും മുകളിലും തീയ് മാത്രമായിരിക്കും. ദാലിക യുഖവ്വിഫുല്ലാഹു ഇബാദഹു, ഇങ്ങനെയാണ് അള്ളാഹു തൻ്റെ അടിമകളെ പേടിപ്പിക്കുന്നത്. യാ ഇബാദി, എൻ്റെ അടിമകളെ, ഫത്തഖൂൻ, എന്നോട് തഖ്വയുള്ളവരാകുവിൻ എന്ന് പറഞ്ഞ് അള്ളാഹു തആല. അപ്പോൾ നരകം പറഞ്ഞ് നമ്മളെ അള്ളാഹു തആല പേടിപ്പിക്കാൻ, ഒന്നുകൂടി അർത്ഥം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ആയത്തൊക്കെ എന്ത് വേണം, നമ്മൾ ഓതുമ്പോൾ അള്ളാഹിനോട് ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യാൻ നമുക്ക് ബോധം വരണമെങ്കിൽ ഓതുന്ന വിഷയത്തിൽ നമ്മുടെ മനസ്സുണ്ടാകണം. കണ്ണും നാവും മാത്രം ഉണ്ടായാൽ മതിയാവില്ല. ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറു അൻഹ, നമ്മുടെ വചനങ്ങളെ തള്ളിക്കളയുകയും അതിനോട് അവഗണിച്ച് അതിനോട് അഹങ്കാരം നടിക്കുകയും ചെയ്യുന്നവർ, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അവർക്ക് ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. ഹത്താ യലിജൽ ജമലു ഫി സമ്മിൽ ഖിയാത്ത്, ഒട്ടകം സൂചിക്കുഴയിലൂടെ കയറുന്നതുവരെ. വകദാലിക നജ്സി അൽ മുജ്രിമീൻ, ഇങ്ങനെയാണ് നമ്മൾ അക്രമികൾക്ക് പ്രതിഫലം നൽകുന്നത്. ലഹും മിൻ ജഹന്നമ മിഹാദുൻ, അവർക്ക് നരകത്തിൽ നിന്നുള്ള വിരിപ്പുണ്ടാകും. വമിൻ ഫൗഖിഹിം ഗവാഷിൻ, നരകത്തിൽ നിന്ന് തന്നെയുള്ള പുതപ്പുകളും ഉണ്ടാകും. വകദാലിക നജ്സി അൽ-ളാലിമീൻ, അങ്ങനെയാണ് നാം അക്രമികൾക്ക് പ്രതിഫലം നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. കർമ്മങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുന്ന നിഷ്കപടരായ മുഅ്മിനീങ്ങളിൽ മുസ്ലിമീങ്ങളിൽ നമ്മെ രേഖപ്പെടുത്തട്ടെ. അല്ലാഹ്, ഞങ്ങൾക്ക് നീ സ്വർഗം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കുകയും രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാകണേ. ആയതിന് ആവശ്യമുള്ള കർമ്മ നിലപാടുകൾ സ്വീകരിക്കുന്ന ഭാഗ്യന്മാരെ ഞങ്ങളെ നീ രേഖപ്പെടുത്തണേ. അല്ലാഹ്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ